ഗായ്സ്, അപ്പം ഞാൻ ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് ഓർത്തു. ചുമ്മാ ഇന്ന് കണ്ടൻറ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പിന്നെ ഇത് കംപ്ലീറ്റ് ആവുമെന്ന് ഉറപ്പില്ല. അവരെ പോലെ അങ്ങനെ എനിക്ക് പെർഫെക്റ്റായിട്ട് വാദവരെ സംസാരിക്കാനോ അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. പിന്നെ ചുമ്മാ അങ്ങ് എടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പോൾ അതേ എഴുന്നേറ്റ് ഇപ്പം മോൻ കഴിയുമെന്നിരുന്നിട്ടേ ഉള്ളൂ. ഇനി പല്ലേക്കണം, ചായ കുടിക്കണം. അപ്പം അത് നമുക്ക് കാണാം. ഗായ്സ്, പല്ലൊക്കെ തേച്ചു. അമ്മാമ്മക്ക് വയ്യ. അമ്മാമ്മക്ക് നടുവേനയും കൈവേനയൊക്കെ ആയിരുന്നു. പിന്നെ അമ്മ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. അമ്മക്ക് പിന്നെ ഇന്ന് ലീവില്ല ഗായ്സ്, അമ്മ വർക്കിന് പോയി. അപ്പം ഇന്ന് ഇവിടെ മൊത്തം ഞാനായിരിക്കും നോക്കണം മീൻസ് അമ്മ രാവിലെ ഇടിയപ്പം മുട്ടക്കറി വെച്ചിട്ടുണ്ട്. ഉച്ചത്തേക്ക് എന്തെങ്കിലും ആക്കണം. ഇല്ലെങ്കിൽ അവിടെ വരുമ്പോൾ ഒന്നും ചെയ്യൂല ഗായ്സ്. ഞാൻ ഇങ്ങനെ കസേരയിലിരിക്കും. അമ്മാമ്മയെ ചായ, അമ്മാമ്മയെ ഫുഡ്, അങ്ങനെ കുറച്ചിടാം. പിന്നെ എന്തെങ്കിലും അല്ലാതെ ചില്ലറ പണി തോന്നിയാൽ ചെയ്യും, ഇല്ലേ ഇല്ല. അങ്ങനെ എപ്പോഴും എല്ലാ പണിയും കറക്റ്റ് ചെയ്യും അങ്ങനെയൊന്നുമില്ല, തോന്നിയാൽ ചെയ്യും. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്നുകൊണ്ട് മടി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഓർത്ത് മുടി ചെയ്യാൻ ചട പിടിച്ചിരിക്കും. മുടി ഭയങ്കരമായിട്ട് എണ്ണ ഇല്ലാണ്ട് ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് എണ്ണയൊക്കെ ഇട്ട് ഇതാക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗായ്സ്, ഇപ്പോൾ തലയിൽ എണ്ണയൊക്കെ വെച്ച് സെറ്റായി. ഇനിയിപ്പോൾ അമ്മാമ്മ എഴുന്നേക്കാറായിട്ടുണ്ട്. ചായ കുടിക്കണം. പിന്നെ അമ്മാമ്മയ്ക്കിന്ന് വയ്യാത്തത് കൊണ്ട് മാത്രം അടിച്ചിടണം, തുടക്കണം, അങ്ങനത്തെ കുഞ്ഞു പരിപാടി. തുടക്കണ്ടെന്ന് ചിലപ്പോൾ അമ്മാമ്മ പറയുമായിരിക്കും. അടിച്ചിടണം ഗായ്സ്, പൊടി ഉണ്ടല്ല. അപ്പം എൻ്റെ ബൈക്കാണ്. ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മാമ്മ എഴുന്നേറ്റു. അപ്പോൾ ചായ ഇടാൻ നോർത്തു. ചായക്ക് വേണ്ടി വെള്ളം വെച്ചേക്കുക. ചായ ഇട്ടിട്ടാണ് ഗൈസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് പറ. ചായ കുടിച്ചോ? കുടിച്ചിട്ടില്ല, മരുന്ന് കഴിച്ചിട്ട് വേണം ചായ കുടിക്കാൻ. ഞാനും അമ്മാമ്മയും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു അല്ലേ അമ്മാമ്മേ? ഹലോ ഗൈസ്, ഞാനും എൻ്റെ കൊച്ചുമോളും കൂടി ചായയൊക്കെ ഇട്ട് കുടിച്ച് ഞാൻ മരുന്ന് കഴിച്ച് അങ്ങനെ ഇരിക്കുക. സമയം കുളിച്ചിട്ടൊക്കെ വരാം. ഇനി കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് അമ്മ ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കും. കുളിയെല്ലാം കഴിഞ്ഞു. ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മാമ്മ അവിടെ ഫുഡ് എടുത്ത് വെച്ചു. അമ്മാമ്മക്ക് മരുന്ന് കഴിക്കാനുള്ള കാരണം അമ്മാമ്മ വേഗം ഫുഡ് എടുത്ത് വെച്ചു. ഇനി എനിക്ക് ഫുഡ് എടുത്ത് കഴിക്കണം. ഫുഡ് കഴിക്കാം ഗൈസ്. കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇൻട്രോ പറയണം, കാരണം അവിടെ അമ്മാമ്മ TV വെച്ചിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് മിക്സ് ആവും. ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫുഡ് കഴിക്കണം. പിന്നെ വെറുതെ കുറച്ച് നേരം ഫോണിൽ നോക്കിയിരിക്കും. പിന്നെ അമ്മാമ്മയുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഉച്ചക്ക് ഇനിയിപ്പോൾ നങ്കമ്മ വെച്ചിട്ടുണ്ട്, മുളകൊക്കെ പുരട്ടി, അത് വറുക്കണം. പിന്നെ മോരുകറി എന്തെങ്കിലും ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഉള്ളിലിരുന്ന റേഞ്ച് കിട്ടൂല ഗൈസ്. അപ്പോൾ നമ്മുടെ ഓണത്തിന് ആദ്യം വ്ളോഗ് എടുത്തിട്ടുണ്ടായി. വീട്ടിൽ സാധനങ്ങൾ വാങ്ങണ തൊട്ട് ഓണത്തിൻ്റെ ആഘോഷിച്ച് വരെ വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പം അതൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇടണം. അപ്പോൾ പുറത്തിറങ്ങിയെന്നാണ് നോക്ക്. പുറത്തിറങ്ങിയാലേ ഇവിടെ നെറ്റ് കിട്ടുള്ളൂ. ഉള്ളിൽ ഒട്ടും റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം റേഞ്ച് കാണിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ കാണിക്കണം. VAയുടെ എനിക്ക് ഹോസ്റ്റലിൽ VA കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തത്. ഇവിടെ എയർടെലൊക്കെ കിട്ടുള്ളൂ. എയർടെലും ജിയോ ഇടക്ക് കിട്ടും. അപ്പം അപ്ലോഡ് ചെയ്യട്ടെ ഗൈസ്, അതായിട്ടാണ് അങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു. ഇവിടെ നിന്നാലേ നെറ്റ് കിട്ടുള്ളൂ ഗൈസ്. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടക്കുമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ എന്താ, റൂമിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുക, ഫോൺ നോക്കുമ്പോൾ ഇടയ്ക്ക് റേഞ്ച് കിട്ടൂല ഗൈസ്. ഇങ്ങനെ നെറ്റ് ഓൺ ആക്കണം, ഓഫ് ആക്കണം, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അതേ പിന്നെ ലേസ് വാങ്ങി വെച്ചിട്ടുണ്ട് അമ്മ ഇന്നലെ. അതിരുന്ന് കുറച്ച് കഴിയുമ്പോൾ കഴിക്കണം. പിന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. വേറെ ഇനിയിപ്പോൾ ഇനി ഒരു പണിയും ഇല്ല. അങ്ങനെ സമയം പോകാനായിട്ട് ഞാൻ അമ്മാമ്മയുടെ അലമാരിയിൽ നിന്ന് ഒരു സാരിയും പൊക്കി അതെടുത്തിട്ട് ഒരു റീൽസൊക്കെ ചെയ്ത് സമയം എങ്ങനെയെങ്കിലുമൊക്കെ പോകണ്ടേ. സാരി ഉടുക്കാനൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഇതിനെങ്ങോട്ട് ചെയ്ത് ഓരോരോ ഭ്രാന്ത്, അത്രേ ഉള്ളൂ. അങ്ങനെ സമയമെല്ലാം കഴിഞ്ഞ് കുറച്ച് വിശക്കാൻ തുടങ്ങി. അമ്മാമ്മ മരുന്നേക്കാണ് നേരത്തെ എടുത്ത് വെച്ച് മോരുകറിയൊക്കെ ഉണ്ടാക്കാതെ പറഞ്ഞിട്ടുണ്ടായി വലിയ കാര്യത്തിന്. പിന്നെ അങ്ങനെ കുറേ സാരി മാറി അങ്ങനെ കുറേ സമയം പോയതുകൊണ്ട് ഞാൻ തൈര് വെറുതെ എടുത്തു. തൈരും
നങ്ക് വറുത്തു. നങ്ക് അമ്മ മസാല ഇട്ട് വെച്ചുകൊണ്ട് ഞാൻ എടുത്ത് വറുത്തു. അല്ലേ ഞാൻ അതും കൂട്ടൂലായിരുന്നു, മടിയായി ഗൈസ്. അങ്ങനെ പിന്നെ ഇനി അത് കഴിച്ചിട്ടാണ്. ഉച്ചക്ക് കുറേ നേരം വെറുതെ ഇരുന്നപ്പോൾ ഞാനങ്ങനെ ഉറങ്ങിപ്പോയി. ഫോൺ നോക്കി ഇരുന്നതാണ് ബെഡുമ്മേ. അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് എഴുന്നേറ്റ് ഞാൻ വിശന്നപ്പം മാഗി ഉണ്ടാക്കി വെച്ചായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഉറക്കപ്പിച്ചായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ട് ഞാൻ വേഗം ഉണ്ടാക്കിയതാ. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വറുക്കും. പിന്നെയും ഭയങ്കര വിശപ്പ്. വീട്ടിലിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ വിശക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് തിന്നാൻ പറ്റും. ഹോസ്റ്റലാകുമ്പോൾ ഒന്നും തിന്നാൻ പറ്റൂലല്ലോ. അപ്പം ഉരുളക്കിഴങ്ങ് വറുത്തോണ്ടിരിക്കും. ഇനി അത് കഴിക്കണം. ഗൈസ് അങ്ങനെ അമ്മ വന്നു. ഇനി ചായ ഇട്ട് കൊടുക്കട്ടെ അമ്മക്ക്. അമ്മ വന്നപ്പോൾ വട കൊണ്ടുവന്നു. എനിക്ക് വട ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ വട വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി ഉരുളക്കിഴങ്ങ് കഴിക്കണം, വടയും കഴിക്കണം, സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയും അമ്മാമ്മയും കൂടി ഇരുന്ന് സീരിയൽ കാണുമായിരുന്നു. സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുറത്ത് പോകാൻ ഇനി കുറച്ച് ബിസ്ക്കറ്റും സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട്. അപ്പം അത് വാങ്ങാൻ വേണ്ടി ഞാനും അമ്മയും കൂടി പുറത്തേക്ക് പോയി. കുഞ്ഞച്ചാറ് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കണം. അങ്ങനെ ഞാനും അമ്മയും കൂടി പുറത്ത് പോയി കഴിഞ്ഞിട്ട് സാധനമൊക്കെ വാങ്ങി തിരിച്ചു വന്നു. ബിസ്ക്കറ്റും കുഞ്ഞു ബിസ്ക്കറ്റ് ചായ കുടിക്കുമ്പോഴും അങ്ങനെ. മറ്റേക്ക് വേഗം നമുക്ക് റൂമിൽ നിന്നൊന്നും കഴിക്കാമല്ലോ, ഇതാകുമ്പോൾ നമുക്ക് കോളേജിൽ കൊണ്ടുപോകാൻ കഴിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ സ്നാക്സ് എല്ലാം വാങ്ങി. അതിൻ്റെ ഇടയിൽ ഫോൺ ഓഫായി പോയി, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എന്താന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഫോൺ പെട്ടെന്ന് ചാർജ് ഇതായി പോവുക. റെഡിയാക്കിയതാ, എന്നിട്ടും പിന്നെ അങ്ങനെ വരുക. ഇപ്പം ഇത് ഞാൻ പവർ ബാങ്ക് ഇട്ട് വെച്ചേക്കുക. ഫോൺ വൈൻഡപ്പ് എടുത്തിട്ട് അങ്ങോട്ട് നിർത്താം, ഫോൺ ഓഫാക്കി വെക്കാം എന്നോർത്തുനിന്ന്. പിന്നെ കുറേ വീഡിയോസും എടുത്ത് ഫോൺ ഭയങ്കരമായിട്ട് ഹാങ് ആവണ്. അത്ര കപ്പാസിറ്റി ഇല്ലല്ലോ, നമ്മൾ ഒരു വീഡിയോനെ 10 വട്ടം എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എടുത്തതിനിപ്പം ഫോൺ അമ്മതേ അടുക്കള പണി എടുത്തുകൊണ്ടിരിക്കുക, കൊണ്ടാളിലുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് പിന്നെ ആര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ കൊണ്ടുവന്നോന്ന്. അവൾക്ക് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി അമ്മ നിൽക്കുക. ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.